പരാതി കൊടുത്തിട്ട് പോലും കാര്യമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ചേച്ചി, ഇന്ന് അടക്കം ഇയാൾ ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ടായോ? അല്ല, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അടുത്തുള്ള ചേച്ചിനെ രാവിലെ കത്തി കാണിച്ചിട്ട് ഇതാണ് എന്റെ കത്തി, എന്റെ അരുവാള്, ഇത് എനിക്ക് എന്റെ സെറ്റപ്പാണ് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, നീ എന്തിനാ ഇത് കൊണ്ടൊക്കെ നടക്കുന്നത്, നീ നിന്റെ വീട്ടിലേക്ക് പോ, നീ ആരുടെ അടുത്ത് ഒന്നിനും പോണ്ട, ഞങ്ങൾ നിന്നോട് ആരും ഒന്നിനും വരുന്നില്ല. ഇല്ലതാ അവിടെ അമ്മായിയാണത്, അവിടെ ചേച്ചിയാണ് ഭീഷണിപ്പെടുത്തി. അതിന് അപ്പോൾ എൻ്റെ സെറ്റപ്പ് കാണണ ചോദിച്ചു. ആ പറയിനെ അവിടെ ഇട്ടിട്ട് അവ സെറ്റപ്പ് കാണിച്ചു തന്നു. കൊടുവാൾ വലിയ ബീസ് കത്തിയാണ് തുറന്നിട്ടുണ്ട്. അവൻ മുണ്ട് അഴിച്ചിട്ടിരിക്കുകയാണ്, മുണ്ടിന്റെ ഉള്ളിൽ കൂടെയാണ് വിറക് ഞങ്ങൾ തൊടിയിന്ന് എടുത്തിട്ട് അവൻ പോകുകയാണ്. അപ്പോഴാണ് നിങ്ങൾ എന്താ അവിടെ നിൽക്കണമെന്ന് എന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ കണ്ടത്തിൽ വെള്ളം തിരിക്കാൻ വന്നാണ്, ഭർത്താവുണ്ട്, വെള്ളം തിരിക്കാൻ വന്നിരിക്കാണ്ട വെള്ളമില്ല അവൻട്ടാണ് എന്ന് പറഞ്ഞു. എന്നെ വെട്ടണം പറഞ്ഞ് നടക്കുകയാണ്. എന്റെ സെറ്റപ്പ് കാണണം നിങ്ങൾക്ക് ചോദിച്ചു. ആ വേഗം വടിവാളൊക്കെ കൊടുത്തുക, നീ ഇത്തിരി മിണ്ടാണ്ടിരിക്കേ, നീ നിന്റെ പാട്ടിൽ നീ നിന്റെ വീട്ടിലേക്ക് പോ, നീ ഒരു സെറ്റപ്പിന് നിൽക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു. രാവിലെ നടന്ന 8 മണിക്ക് നടന്നാണ്. ഒരു മണിക്കൂർ ആകുമ്പോഴത്തേനും ഇവിടെ ഇയാളെ വെട്ടി ഇട്ടു. അതന്നെയാണ് വീട്ടിൽ വെച്ചിരിക്കുന്നത്. രാവിലെ എല്ലാവർക്കും, പ്രദേശവാസികൾക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമായിരുന്നു. ഞങ്ങൾക്ക് പേടിയാണ്. കാരണം ഇയാൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നത്. ഇയാളുടെ ഭാര്യയും മോളും, ഒരു മോൾ തന്നെ ഉള്ളൂ. ആ കുട്ടിയും ഇയാളുടെ ഭാര്യയും പിണങ്ങി പോയിട്ടുണ്ട് കുറച്ച് വർഷങ്ങൾ മുന്നേ. അതിന് മറ്റുള്ള അയൽവക്കക്കാരാണ് ഇതിന് പിണങ്ങി പോകാൻ കാരണം. മറ്റുള്ളവര് എന്റെ ഭാര്യയും മകളുടെ അടുത്തും എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് പിണക്കി വിട്ടതാണ്. എന്റെ കുടുംബ ജീവിതം തകർത്തു എന്നുള്ളതാണ് ഇപ്പൊ അയാൾക്ക് പ്രത്യേകിച്ചുള്ള വൈരാഗ്യം. അയാൾ ആരടുത്തും അയാൾ ഞങ്ങളായിട്ട് വഴക്കിന് പോകും, അയാളായിട്ട് വഴക്കിന് വരും, ഒന്നും ചെയ്യില്ല. ഇയാൾ ഈ മൈൻഡിൽ ഇങ്ങനെ ഓരോന്ന് കരുതി വെച്ച് ചെയ്ത സംഭവമാണ് സാറേ. അന്നത്തെ ആ കൊലപാതകം, ആ ചേച്ചിനെ, ഇന്നിപ്പോ ആ ചേച്ചിന്റെ ഭർത്താവ് അമ്മായിയമ്മയും മരിക്കാനുള്ള കാരണം സംഭവമാണ്. ഇപ്പൊ ആ കുട്ടി, ആ ഒരു 2 പെൺകുട്ടികൾ, ഒരു കുട്ടിനെ കല്യാണം കഴിച്ചു കൊടുത്തു. ഒരു പെൺകുട്ടി ഇപ്പൊ അനാഥയായിട്ട് ഒന്നിനും പറ്റാതെ ഇരിക്കുകയാണ്. 2 പെൺകുട്ടികളാണ് അവർക്ക്. ഒരു കുട്ടിന് ഇപ്പോൾ 1 വർഷം മുന്നേ കല്യാണം കഴിഞ്ഞു. ഇപ്പൊ ഒരു പെൺകുട്ടീനെ കുട്ടി പേടിച്ചിട്ട് അവിടെ വീടാണ്, പേടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ല. അവരുടെ അമ്മ വീട്ടിലെ താമസിച്ച് പഠിക്കുന്നു സാറേ. എന്താ വല്ലാത്തൊരു അവസ്ഥയാണ്. അയാളെ കണ്ട എന്താ പറയാ എല്ലാവർക്കും പേടിയാണ്. കാണുമ്പോൾ എല്ലാവരും ഒതുങ്ങി പോകും. ആരും ഒന്നും സംസാരിക്കാനോ പിടിക്കാനോ ഒന്നിനും പോകില്ല അയാളുടെ. ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് കഴിഞ്ഞ 2 മാസം മുമ്പ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിൽ പോലീസിൽ അറിയിച്ചതാണ്, ഭീഷണി ഉണ്ടെന്ന് അറിയിച്ചതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടികളിലേക്കും എത്തിയില്ല, അല്ലെങ്കിൽ ഇയാളെ വിളിച്ച് താക്കീത് ചെയ്ത് വിട്ടു. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പാലക്കാട് SP അടക്കം പറഞ്ഞ ഒരു കാര്യം, ഇത്തരത്തിൽ പരാതി വന്നപ്പോൾ തന്നെ അതിൽ അയാളെ വിളിക്കുകയും താക്കീത് ചെയ്തതുമാണ്. പക്ഷേ അതുകൊണ്ട് കാര്യമുണ്ടായില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഇന്നത്തെ ഒരു കാഴ്ച കാണുമ്പോൾ മനസ്സിലാകുന്നത്. വളരെ ദുഃഖകരമായൊരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഈ നെന്മാറയിലുണ്ടായത്. ഈ നാട് തന്നെ, ഈ പ്രദേശം തന്നെ ഒന്നടങ്കം നടുങ്ങുന്ന ഒരു രീതിയിലേക്ക്, ഒരു ഇരട്ട കൊലപാതകത്തിലേക്ക് ഈ പ്രദേശം നീങ്ങി. ആര്യ, വളരെ ദുഃഖിപ്പിക്കുന്ന കാഴ്ചകളാണ് ചുറ്റും. അതിൽ നമ്മുടെ സംവിധാനങ്ങൾക്കും ഇന്നത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് അവരും ഇതിന് കുറ്റക്കാരാണ്. കാരണം ആ കുടുംബം, ആ മകൾ, ആ അച്ഛൻ കൃത്യമായി പോലീസിൽ പോയി ഭീഷണിയുണ്ട്, സുരക്ഷ നൽകണമെന്ന് പരാതി പറഞ്ഞതാണ്. വിളിച്ചു താക്കീത് നൽകിയെന്ന് പറയുന്നു. അതിലപ്പുറം ഒരു നടപടി സ്വീകരിക്കാൻ നമ്മുടെ അധികാരികൾ, ഭരണകൂടം തയ്യാറായിട്ടില്ല. എങ്ങനെയാണ് ഇത്രയും ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരു കൊലപാതകം നടത്തിയ പ്രതിക്ക് അതേ വീടിന് മുൻവശത്ത് വന്ന് വീണ്ടും താമസിക്കാൻ എങ്ങനെയാണ് കഴിയുക? അപ്പോൾ അവിടെ താമസിക്കുന്ന ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും എങ്ങനെയാണ് അവർക്ക് തിരിഞ്ഞു നോക്കാൻ കഴിയാതെ, അതെങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത്. അപ്പം ഉത്തരം പറയേണ്ടത് നമ്മുടെ സംവിധാനങ്ങൾ കൂടിയാണ്. 2 പെൺമക്കളാണ് സുധാകരനുള്ളത്. ഒരു മകൾ കല്യാണം കഴിച്ചു പോയി, മറ്റേ മകൾ പൊട്ടിക്കരയുന്നതാണ് നമ്മൾ അല്പം മുൻപ് കണ്ടത്. ഇന്നലെ അച്ഛൻ്റെ കൂടെ വന്നിരുന്നെങ്കിൽ ഇന്ന് ഞാനും അച്ഛനും അച്ഛമ്മയ്ക്കുമൊപ്പം ഒരു ജീവനില്ലാതെ കിടക്കേണ്ടി വന്നേനെ എന്ന് വളരെ വിഷമത്തോടു കൂടിയാണ് ആ മകൾ പറഞ്ഞത്.